ഹായ് ഫ്രണ്ട്സ്, ഇനി നിറച്ച് മുടി കറുപ്പിക്കാനായിട്ട് ഒരു കെമിക്കൽ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. വീട്ടിൽ തന്നെ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് മുടിയുടെ വേര് മുതൽ കറുപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെയുള്ള നല്ലൊരു വീഡിയോ ആണ്. സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കുന്നു വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇപ്പൊ നമ്മൾക്കെല്ലാം പൊതുവെയുള്ള ബുദ്ധിമുട്ടുകൾ എന്താന്ന് വെച്ചാൽ അമിതവണ്ണം, ഫാറ്റി ലിവർ, തൈറോയിഡ്, PCOD, വയറ് സംബന്ധമായ അസുഖങ്ങൾ. നമ്മൾ പലതരത്തിലുള്ള മരുന്നുകൾ കഴിക്കുന്നുണ്ടാവും ഇതിനെല്ലാം വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് ഒരു സൈഡ് എഫക്റ്റും ഇല്ലാണ്ട് ഇതെല്ലാം ഒന്ന് കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാനും എക്സസൈസിന്റെ കൂടെ ഇതും കൂടി ഒന്ന് കുടിച്ചു നോക്കൂ കേട്ടോ. അപ്പൊ നല്ലൊരു ഡ്രിങ്ക് ആണ്, നല്ല എഫക്റ്റീവ് ആണ്. ഞാൻ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ്. അപ്പൊ ആദ്യം നമ്മൾ എടുക്കുന്ന ഒരു ചെറിയ ചീനച്ചട്ടി എടുക്കുന്നുണ്ട്. അതിലേക്ക് 3 സ്പൂൺ അളവിൽ പച്ചമല്ലി ചേർത്ത് കൊടുക്കാം. ഇനി അതിൻ്റെ കൂടെ 2 സ്പൂൺ അളവിൽ ഉലുവ ചേർക്കുന്നുണ്ട്. ഇതിൽ നമ്മൾ ചേർക്കുന്ന ഓരോ ഇൻഗ്രീഡിയൻസും അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെ വീട്ടിലൊക്കെ സുലഭമായി കിട്ടുന്നതും കൂടിയാണ്. പിന്നെ അതേ അളവിൽ തന്നെ 2 സ്പൂൺ അളവിൽ ജീരകം ചേർക്കുന്നു. പിന്നെ 2 സ്പൂൺ അളവിൽ അയമോദകം. പിന്നെ വീണ്ടും 2 സ്പൂൺ അളവിൽ കരിഞ്ചീരകം. നമ്മളിപ്പോൾ ഇത്രയും ഒരു 5 ഇൻഗ്രീഡിയൻസ് ചേർത്തി കഴിഞ്ഞാൽ ഇത് മാത്രം ഒന്ന് തനിയൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഉലുവ ഒന്ന് പൊട്ടിയൊരു ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇത് വറുത്ത് നമ്മളിത് മാറ്റി വെച്ചതിന് ശേഷം മറ്റ് ഒരു ഇൻഗ്രീഡിയൻസ് കൂടി നമുക്ക് വറുക്കേണ്ടതുണ്ട് കേട്ടോ. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി വരട്ടെ. ഡ്രൈ ആയിട്ടാണ് വറുത്തെടുക്കേണ്ടത്. എന്നിട്ട് ഇത് മാറ്റിയതിന് ശേഷം വീണ്ടും ചൂടായിട്ടുള്ള ചട്ടിയിലേക്ക് ഞാൻ 3 സ്പൂൺ അളവിൽ മുതിരയാണ് കേട്ടോ ചേർക്കുന്നത്. മുതിരയുടെ വേവ് നമുക്കറിയാലോ, ഒന്ന് പൊട്ടി വരണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് തനിയെ വറക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് പൊട്ടി മുരിഞ്ഞ് വരുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഈ വറുത്തെടുത്തിട്ട് അത് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചതിൻ്റെ കൂടെ ചേർത്തി കൊടുക്കാം. അത് വറുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇനി ഞാൻ ഒരേ ഒരു പീസ് കുടംപുളി എടുക്കുന്നുണ്ട്. അതൊന്ന് ചൂടാക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് പൊടിച്ചെടുക്കാൻ ഈസി ആവുന്നതിന് വേണ്ടിയിട്ടാണ് കുടംപുളി ഇതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കുന്നത്. നന്നായിട്ട് ഡ്രൈ ആയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചതെല്ലാം ചേർത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുടംപുളിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സി ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കാം. ഒന്ന് ചെറുതായിട്ട് ചൂട് ആറിയതിന് ശേഷം മാത്രം പൊടിച്ചെടുക്കാം. അപ്പം നമ്മൾ പലതരത്തിലുള്ള മരുന്നുകളും പല അസുഖങ്ങളും കഴിക്കുന്നവരുണ്ടാവും. അപ്പോൾ അതൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്കിത് കുടിക്കുന്നതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. പിന്നെ അത് മാത്രമല്ല, എക്സസൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടാവും. ജോയിന്റ് പെയിൻ ഉള്ളവർ, മുട്ടിന് വേദന ഉള്ളവർ, നട്ടലിന് വേദന ഉള്ളവർ, അവർക്കൊന്നും നമുക്ക് എക്സസൈസ് ചെയ്ത് വെയിറ്റ് ലോസ് ചെയ്യാനോ ഇനി മറ്റ് ഇതിലൊന്നും നമുക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പം അങ്ങനെയുള്ളവർക്ക് ഈ ഒരു ഡ്രിങ്ക് ഒരുപാട് യൂസ്ഫുൾ ആണ് കേട്ടോ. നമ്മുടെ ശരീരത്തിലുള്ള ഫാറ്റിനെ അലിയിച്ച് കളയാനും പിന്നെ PCOD ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാനും തൈറോയിഡിനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാനും അതേപോലെ തന്നെ അമിതവണ്ണം കുറയ്ക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പൗഡറാണ്. അപ്പം ഞാനത് 2 മാസമായിട്ട് കഴിക്കുന്നുണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് തീർന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് പൊടിച്ചെടുക്കുന്ന സമയത്ത് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു പൗഡർ ഒരുപാട് യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പൗഡറാണ്. നിങ്ങൾക്ക് വെറും വയറ്റിൽ രാവിലെ ബ്രഷൊക്കെ ചെയ്തതിന് ശേഷം ഇതൊരു അല്പം എടുത്തിട്ട് ഒരു ഗ്ലാസ്സിലിട്ട് കൊടുത്തിട്ട് ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചാറിയ വെള്ളമാണെങ്കിലും എന്തായാലും ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിക്കാനായിട്ട്. അങ്ങനെ ചൂടുവെള്ളം ഒഴിച്ച് ചെറു ചൂടോടുകൂടി കുടിക്കാം. പിന്നെ അതേപോലെ തന്നെ രാത്രിയിലും ഉറങ്ങുന്നതിന് മുന്നേ ആയിട്ട് ഇതുപോലെ വീണ്ടും ചൂടുവെള്ളത്തിലിട്ടിട്ട് ഈ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് ആരോഗ്യം മെച്ചപ്പെടുന്നത് അറിയാനായിട്ട് സാധിക്കും. ഈ ഒരു ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ഇത് നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് കൂടി ഒന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുക്കും കേട്ടോ. തലമുടി നരയ്ക്കുക എന്നുള്ളത് ഇപ്പോൾ ചെറുപ്പത്തിലേ നടക്കുന്ന സംഭവമായി മാറിയിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങളിൽ വരെ സംഭവിക്കുന്നതുകൊണ്ട് തന്നെ നമുക്കിത് നാച്ചുറലായിട്ട് മുടിയെ നിരന്തരമായിട്ട് കറുപ്പിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതാണ്. നമ്മളെ വീട്ടുമുറ്റത്തുള്ള ചെമ്പരത്തിയുടെ ഇല കുറച്ചെടുക്കാം. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ ഞാൻ ഇരുമ്പിൻ്റെ കടായിയാണ് കേട്ടോ. അപ്പോൾ എടുത്തുള്ള ഇരുമ്പിൻ്റെ കടായി എടുക്കണമെന്നില്ല, ഒരു സ്റ്റീലിൻ്റെ പാത്രം എടുത്താലും മതി. അപ്പം ഞാൻ ഈ ചെമ്പരത്തിയുടെ ഇല ഇതുപോലെ കൈ വെച്ചിട്ട് ചെറിയ ചെറിയ പീസുകളാക്കി ആദ്യം ഇട്ട് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ മാത്രം നിങ്ങൾക്ക് അതൊരു ഇടിക്കുന്ന ഒരു ചെറിയ കല്ലെടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഇടിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇടിച്ചു കൊടുക്കുന്ന സമയത്ത് ആ ചെമ്പരത്തിയുടെ നീരൊക്കെ പുറത്തേക്ക് പെട്ടെന്ന് വരുന്നതാണ്. അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് ചതച്ചു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചതയ്ക്കുന്ന സമയത്ത് ഉരലിൻ്റെ കല്ലൊക്കെ ഇതുപോലെ ഒരു കവറിലിട്ടിട്ട് ചതയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കഴുകേണ്ട ആവശ്യമേ വരില്ല. അപ്പോൾ ഇതുപോലെ ഒരു കവറിലിട്ടിട്ട് ഇടിച്ചാലും മതിയാവും കേട്ടോ. അത് ഒരു ചെറിയ ടിപ്പാണ്. ചെമ്പരത്തിയില എപ്പോഴും നമ്മൾ താളിയായിട്ട് ഉപയോഗിക്കാറില്ലേ? അപ്പോൾ ഇനി ഇതുപോലെ ഒന്ന് മുടി കറുപ്പിക്കാനായിട്ട് ഉപയോഗിച്ച് നോക്കൂ കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ കോഫി പൗഡർ, 2 ടീസ്പൂൺ അളവിൽ ചായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ ഒരു വെള്ളം ഈ 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ആദ്യം. ചെമ്പരത്തിയുടെ ഇല നമ്മൾ എപ്പോഴും താളിയായിട്ട് ഉപയോഗിക്കാറുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു ഉപയോഗം എല്ലാവർക്കും അറിയുന്നുണ്ടാവും. മുടി നല്ല സ്ട്രെങ്ത് ആവാനും നല്ല സമൃദ്ധമായിട്ട് വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതുപോലൊന്ന് നിങ്ങളൊന്ന് എന്താ പറയുക, ഈ
ഒരു 3 ഇൻഗ്രീഡിയൻസും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കാച്ചി എടുത്തു കഴിഞ്ഞാൽ മുടിയെ നിങ്ങൾക്ക് നിരന്തരമായിട്ട് കറുപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. ഇത് നമ്മൾ ഉണ്ടാക്കിയിട്ട് ഒരാഴ്ച വരെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം ഫ്രിഡ്ജിൽ. എന്നിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ എടുത്തിട്ട് അത് തണുപ്പ് പോയതിന് ശേഷം മാത്രം ഉപയോഗിക്കാം കേട്ടോ. ഇത് കുളിക്കുന്നതിൻ്റെ മുന്നെയാണ് നിങ്ങൾ ഹെയറിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. ഞാൻ ഹെയറിലേക്ക് അപ്ലൈ ചെയ്യാൻ ഈസി ആവുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്പ്രേ ബോട്ടിലേക്ക് ഇതുപോലെ ആക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ മുടിയിലേക്ക് ഒരല്പം എണ്ണ ഉണ്ടെങ്കിലും കുഴപ്പമില്ല. ഒരല്പം എണ്ണ ഇട്ടതിന് ശേഷം നിങ്ങൾ ഇതുപോലെ മുടിയുടെ സ്കാൽപ്പിൽ നന്നായിട്ട് ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്ത് കൈ വെച്ചിട്ടുണ്ടെന്ന് മസാജും കൂടി ചെയ്ത് കൊടുക്കുക കേട്ടോ. നരച്ച മുടി കറുപ്പാവുന്നതോടൊപ്പം തന്നെ മുടി നല്ല സ്ട്രോങ് ആയിട്ട് ഫാസ്റ്റ് ആയിട്ട് വളരുന്നതിനും കൂടി ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഒറ്റ യൂസിൽ തന്നെ റിസൾട്ട് കിട്ടില്ല കേട്ടോ. ഒരു 2 ദിവസം ഉപയോഗിക്കുന്ന സമയത്ത് മുടിയിൽ നല്ല രീതിയിൽ കളർ ചേഞ്ച് വന്നിട്ടുണ്ടാവും. എന്നിട്ട് നിങ്ങൾ ഒരാഴ്ച അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾക്ക് മുടിയിൽ ഉണ്ടാകുന്ന വ്യത്യാസം അറിയാനായിട്ട് പറ്റും. നരച്ചിട്ടുള്ള മുടി പതിയെ കറുപ്പ് കളറായിട്ട് വരുന്നതാണ്. നിങ്ങൾ കുളിക്കുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുന്നേ ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് പിന്നെ മുടി വാഷ് ചെയ്ത് കളയാം കേട്ടോ. ഷാമ്പു ഉപയോഗിക്കരുത്, ഷാമ്പു ഉപയോഗിക്കാതെ കഴുകി കളയാം. പ്രായ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് നരച്ച മുടിയെ നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് കറുപ്പിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ചെമ്പരത്തി ഇല എടുക്കാം. ചെമ്പരത്തി ഇല ഒരു 3-4 എടുത്താൽ മതി കേട്ടോ. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ഇനി വേണ്ടത് ഗ്രാമ്പു ആണ്. ഒരു 4-5 ഗ്രാമ്പു എടുക്കാം. ചെമ്പരത്തി ഇലയെ നമുക്ക് ഇതുപോലെ കൈകൊണ്ട് തന്നെ ചെറിയ ചെറിയ പീസുകളായിട്ട് മുറിച്ചെടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഗ്രാമ്പു ഒരു 4-5 ഗ്രാമ്പു ഒരു കോട്ടൻ്റെ പഞ്ഞിയിലേക്ക് ഇതുപോലെ ചെമ്പരത്തിയുടെ ഇലയും ഗ്രാമ്പും കൂടിയും വെച്ച് കൊടുത്തിട്ട് നമുക്കിതൊരു കിഴി രൂപത്തിലാക്കി എടുക്കാം. അപ്പോൾ പുറത്തേക്ക് പോവാത്ത രീതിയിൽ ഇതുപോലെ ഒന്ന് കിഴി രൂപത്തിലാക്കി എടുക്കുക. ഇതുപോലെ ഇങ്ങനെ പൊതിഞ്ഞെടുത്തതിന് ശേഷം ഞാൻ ഒരു മൺചിരാതിൽ കുറച്ച് നല്ലെണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇത് മുങ്ങി നിൽക്കുന്ന രീതിയിൽ എല്ലാ ഭാഗത്തും ആ എണ്ണ ഒന്ന് നനഞ്ഞണം കേട്ടോ. നമ്മുടെ പച്ചയായിട്ടുള്ള ഇലയാണ്. അപ്പോൾ അത് നല്ല രീതിയിൽ കത്തി ലഭിക്കണം എന്നുണ്ടെങ്കിൽ നന്നായിട്ട് എണ്ണയിൽ കുതിർന്ന് കിട്ടണം. എന്നിട്ട് ഇതുപോലെ നമുക്ക് ദീപം കത്തിച്ചു കൊടുക്കാം. 2 സൈഡിൽ 2 ഗ്ലാസ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഇതുപോലെ സ്റ്റീൽ പാത്രം കൂടി വെച്ച് കൊടുത്ത് പതുക്കെ ഒന്ന് നന്നായിട്ട് കത്തി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ കരിയും നമുക്ക് ആ പ്ലേറ്റിലേക്ക് കിട്ടും ഇതുപോലെ. അപ്പോൾ ഈ ഒരു ഡൈ നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സൈഡ് എഫക്റ്റും ഇല്ല. ധൈര്യമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. നിങ്ങൾക്ക് കുളിക്കുന്നതിൻ്റെ മുന്നേ നിങ്ങൾ പുറത്ത് പോകുമ്പോൾ മാത്രമല്ല, കുളിക്കുന്നതിൻ്റെ മുന്നേ നിങ്ങൾക്ക് ഈ ഒരു പൗഡർ ഒരല്പം നിങ്ങൾ തേക്കുന്ന എണ്ണയിൽ ചാലിച്ചിട്ട് തേച്ച് കഴിഞ്ഞാൽ മുടി പെട്ടെന്ന് കറുത്ത് കിട്ടുന്നതാണ്. അപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് കറുപ്പിക്കുന്നതിന് വേണ്ടി പുറത്തൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ നരച്ചിട്ടുള്ള മുടി കറുപ്പയാക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ നമ്മുടെ ഹെയറിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഒരു ബ്രഷ് ഉപയോഗിച്ചുകൊണ്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ സ്കിന്നിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഹെയറിലും അതേപോലെ തന്നെ പിടിക്കുന്നതാണ്. നമ്മൾ സ്കിന്നിൽ അപ്ലൈ ചെയ്തിട്ട് ഞാനൊരു ടിഷ്യൂ പേപ്പർ വെച്ച് തുടയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഒരല്പം പോലും ആ പേപ്പറിലേക്ക് പിടിക്കുന്നില്ല. ഒരു വൈറ്റ് പേപ്പറാണ്. ടിഷ്യൂ പേപ്പറിൽ ഒട്ടും തന്നെ ആ ഒരു ഡൈൻ്റെ കളറ് വരുന്നില്ല. അതേപോലെ തന്നെ നിങ്ങൾ വെള്ളത്തിൽ അത് വാഷ് ചെയ്ത് കഴിഞ്ഞാലും അത് അതുപോലെ തന്നെ കിട്ടും കേട്ടോ. വെള്ളത്തിൽ കലർന്നു പോകുന്ന ഡൈ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ വെള്ളം ഒഴിക്കുന്ന സമയത്ത് ആ വെള്ളത്തിലേക്ക് അത് മുഴുവനായിട്ട് ആ കളറ് പോയിട്ടുണ്ടാവും. ഇപ്പം നമ്മൾ വെള്ളത്തിൽ കൈ മുക്കി വെച്ച് കഴിഞ്ഞാൽ പോലും ആ ഒരു കറുപ്പ് കളറ് ആ വെള്ളത്തിലേക്ക് പടരുന്നില്ല. പിന്നെ എന്നിട്ട് ഞാൻ ഈ ഒരു വെള്ളത്തിൽ തന്നെ എടുത്തിട്ട് ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് തുടച്ച് കാണിച്ചു തരാം. ഒട്ടും തന്നെ ആ ഒരു കറുപ്പ് കളർ പോകുന്നില്ല കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് മുടി കറുപ്പിച്ചെടുക്കാനായിട്ടുള്ള 1-2 ടിപ്സുകളാണ് ഇന്ന് ഷെയർ ചെയ്തിട്ടുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.